ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. LDF സ്ഥാനാർത്ഥി ഷഹർബാൻ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF 3ാം സ്ഥാനത്ത്. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. 50-ലധികം പേരാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ CPM ജില്ലാ കമ്മിറ്റി BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം നിരമ്പി. CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ BJP ഫാസിസ്റ്റ് അല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ധാരണയോടെയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ശിവരാത്രി ആഘോഷത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ലക്ഷദീപം തെളിയും. ഉത്രാളിക്കാവിൽ പൂരം പൂത്തുലഞ്ഞു. ആനച്ചന്തവും മേളവും ആസ്വദിക്കാൻ ആയിരങ്ങൾ ഉത്രാളിക്കാവിലേക്ക് ഒഴുകിയെത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ചൂട് ശക്തമായതോടെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ തീപിടുത്തം. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിലെ ഫ്ളൈഓവർ നിർമ്മാണം ടെൻഡർ നടപടികൾ തുടങ്ങിയതായി ദേശീയപാത അതോറിറ്റി. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. LDFിലെ ഷഹർബാൻ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFന് 337 വോട്ടാണ് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി സിജി ഗീവറിന് 268 വോട്ടും BJP സ്ഥാനാർത്ഥി വിനിത ഷിബിക്ക് 289 വോട്ടും ലഭിച്ചു. മാന്തോപ്പ് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന CPM അംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ 13-അംഗ ഭരണസമിതിയിൽ CPM 5, കോൺഗ്രസ് 3, BJP 3, SDPI 2 എന്നിങ്ങനെയാണ് കക്ഷിനില. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 173 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPM സ്ഥാനാർത്ഥിയായ ബിന്ദുമോൾ വിജയിച്ചത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മാന്തോപ്പ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ പിന്നിലാക്കി NDA രണ്ടാമത്. കഴിഞ്ഞ തവണ 199 വോട്ട് ലഭിച്ച NDAക്ക് ഇത്തവണ 289 വോട്ട് ലഭിച്ചു. 90 വോട്ടിന്റെ വർധനവാണ് NDAക്കുണ്ടായത്. NDAക്ക് 268 വോട്ടാണ് ലഭിച്ചത്. ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ 173 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നിടത്ത് 48 വോട്ടിന്റെ ലീഡായി ചുരുങ്ങി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ ഭാഗമായി പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം നടത്തി. സ്ഥാനാർത്ഥി ഷഹർബാനെ ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. സജി ഹാരമണിയിച്ച് അനുമോദിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപം സമാപിച്ചു. വാർഡ് സെക്രട്ടറി KK സതീശൻ, ലോക്കൽ കമ്മിറ്റി മെമ്പർ MA ഷാഫി, ഏരിയ കമ്മിറ്റി മെമ്പർമാരായ CG രഘുനാഥ്, KB ഷിബു, PM സുരേഷ്, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. 50-ലധികം പേരാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ 12% ലാഭവിഹിതം നൽകുമ്പോൾ 36% ലാഭവിഹിതമാണ് ബില്യൺ ബീസ് നൽകിയിരുന്നത്. ഒരിക്കൽ ലാഭവിഹിതം ലഭിച്ചാൽ പിന്നെ അവർ തന്നെ ഈ തട്ടിപ്പിന്റെ അംബാസിഡർമാരാകുന്ന അവസ്ഥയിലായിരുന്നു. ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായി പ്രവർത്തിച്ചിരുന്ന മുഖ്യപ്രതി ബിബിൻ അവിടെ നിന്നും ലഭിച്ച ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ട്രേഡിംഗിലേക്ക് ആളുകളെ ചേർത്തിയത്. ഊഹക്കച്ചവടത്തിൽ നിക്ഷേപകർക്ക് പണം വേഗത്തിൽ തിരിച്ചു നൽകിയതോടെ ഇടപാടുകാർക്ക് വിശ്വാസം കൂടി. പണം ഒഴുകിയതോടെ ബിബിൻ ബാങ്ക് ജോലി ഉപേക്ഷിച്ചു. പിന്നീട് ദുബായിലും സ്ഥാപനങ്ങൾ തുടങ്ങി. നിക്ഷേപ തുകകൾ കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ച വന്നതോടെയാണ് ബില്യൺ ബീസ് എന്ന സ്ഥാപനം പൊളിഞ്ഞത്. ഇതോടെ ഇടപാടുകാർക്ക് പലിശയും മുതലും നൽകാതെ ബിബിനും ഭാര്യയും ദുബായിലേക്ക് മുങ്ങുകയായിരുന്നു. ഇരിങ്ങാലക്കുട കാറളം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ജീവനക്കാരൻ തട്ടിയത് 17 ലക്ഷം രൂപ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആദ്യ പരാതിക്കാരൻ MV സുരേഷ് കാറളം ബാങ്കിൽ നടക്കുന്ന സ്വർണ്ണപ്പണയ തട്ടിപ്പുകളെക്കുറിച്ചും ബിനാമി വായ്പകളെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുകുന്ദപുരം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സഹകരണ വകുപ്പ് ഇരിങ്ങാലക്കുട യൂണിറ്റ് ഇൻസ്പെക്ടർ VM സ്മിനി, ആമ്പലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ മല്ലിക,
വെള്ളാങ്കല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ഹർഷ എന്നിവരുടെ നേതൃത്വത്തിൽ ബാങ്കിൽ ഓഡിറ്റിംഗിനെത്തിയിരുന്നു. ഇതിനിടെയാണ് ബാങ്കിൽ നിന്ന് മുക്കുപണ്ടം കണ്ടെത്തിയത്. ബാങ്ക് സെക്രട്ടറി കാട്ടൂർ പോലീസിൽ പരാതി നൽകി. ഓഡിറ്റിംഗ് ടീം മുക്കുപണ്ടങ്ങൾ പോലീസിന് കൈമാറി. കാറളം സർവീസ് സഹകരണ ബാങ്കിന്റെ കാവുപുര ബ്രാഞ്ചിലെ മാനേജർ ഷൈനാണ് ഇയാളുടെ ഭാര്യയുടെ പേരിൽ മുക്കുപണ്ടങ്ങൾ പണയം വെച്ചിരുന്നത്. ബാങ്കിൽ നിന്ന് മുക്കുപണ്ടം കണ്ടെത്തിയതിന് പിന്നാലെ ഇയാൾ ബാങ്കിൽ മുഴുവൻ തുകയും തിരിച്ചടയ്ക്കുകയും ചെയ്തു. മുക്കുപണ്ടങ്ങൾ നിലവിൽ കാട്ടൂർ പോലീസ് കസ്റ്റഡിയിലാണ്. ബാങ്കിൽ മുക്കുപണ്ടങ്ങൾ പണയം വെച്ച ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തതായും ബാങ്കിൽ മറ്റ് ക്രമക്കേടുകൾ ഒന്നുമില്ലെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും കാറളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VN ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ BJP ഫാസിസ്റ്റല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ധാരണയോടെയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ഇന്ത്യയിൽ ഫാസിസത്തിലേക്കുള്ള ചുവടുവയ്പായി BJP സർക്കാർ ഫാസിസ്റ്റ് പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുതയെന്നും ശൈലജ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM തൃശൂർ BSNL ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ. BJP ഗവൺമെന്റ് കൂടുതൽ അപകടകാരിയാണ് എന്ന് CPM പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഫാസിസ്റ്റ് പ്രവണതകൾ കൂടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് BJP സർക്കാർ. RSSന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കാൻ BJP ഗവൺമെന്റ് ശ്രമിക്കുന്നു. ചില മാധ്യമങ്ങൾക്ക് ഒരു സംശയമുണ്ടായി. CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ BJP ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്. നല്ല ധാരണയോടുകൂടിയാണ് CPM രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നത്. ഒട്ടും അതിഭാഗത്വമോ ഒട്ടും കുറവോ കൂടുതലോ വരുത്താതെ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വഭാവം എന്നാണ് CPM ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത്. RSSും BJPയും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഫാസിസം നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഫാസിസം നടപ്പിലായി കഴിഞ്ഞെന്ന് പറയാറായിട്ടില്ല. ഫാസിസത്തിലേക്കുള്ള പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഫാസിസം നടപ്പായിട്ട് അതിനെതിർത്താൽ മതിയെന്നാണ് CPM വിമർശകർ പറയുന്നത്. എന്നാൽ കേന്ദ്രം നവഫാസിസ്റ്റ് പ്രവണത കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെതിരായി ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാക്കുക എന്നതാണ് CPM തീരുമാനം. എന്നാൽ ഏത് വിധേനയും കേരളത്തെ നശിപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും അങ്ങനെ തന്നെ വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചിരുന്നത്. രണ്ടു കൂട്ടരും തുടരുന്നത് നവ ഉദാരവൽക്കരണ നയങ്ങളാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് സാമ്രാജ്യത്വത്തിന് അവരുടെ അജണ്ടകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള പരമാധികാരവും ജനകീയ നടപടികളും അടിയറ വെച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സന്തോഷിപ്പിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അർത്ഥം. ഇന്ത്യയുടെ ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേർ നൽകിയത് തന്നെ പ്രത്യേക ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. തങ്ങൾ ഹിന്ദുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, ഹിന്ദുവിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, മറ്റുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ പേർ നൽകൽ. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെ എത്ര കാലത്തേക്ക് വേണമെങ്കിലും വിചാരണ കൂടാതെ ജയിലിലിടാമെന്ന നിയമ ഭേദഗതി BJPയുടെ ഫാസിസ്റ്റ് പ്രവണതയുടെ ഉദാഹരണമാണെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുയോഗത്തിന് മുൻപായി തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്ന് BSNL ഓഫീസിന് മുൻപിലേക്ക് നൂറുകണക്കിന് CPM പ്രവർത്തകർ അണിനിരന്ന മാർച്ച് നടത്തി. TCV ന്യൂസ് തൃശൂർ. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച വൈകിട്ട് 6-ന് ലക്ഷദീപം തെളിയും. തുടർന്ന് 1001 കതിനവെടി മുഴങ്ങും. രാത്രി 10:30-ന് എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. അശോകേശ്വരം തേവാർ, ചെമ്പുക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി എന്നിവരുടെ എഴുന്നള്ളിപ്പുകൾക്ക് തൃപ്രയ രമേശൻ മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയാകും. വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനം വരെ കിഴക്കുട്ടനിയന്മാരാർ പാണ്ടിമേളം നയിക്കും. 8:30-ന് പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പാണ്ടിമേളം അകമ്പടിയോടെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് കിഴക്കേ ഗോപുരത്തിൽ സമാപിക്കും. തുടർന്ന് നെയ്തലക്കാവ്, അയ്യന്തോൾ, ലാലൂർ, കാരമുക്ക്, ചൂരക്കാട്ടുകര ഭഗവതിമാരുടെയും കണിമംഗലം പനമുക്കുമള്ളി ശാസ്താക്കന്മാരുടെയും എഴുന്നള്ളിപ്പ് നടക്കും. പുലർച്ചെ 1-ന് എഴുന്നള്ളിപ്പുകൾ വടക്കുന്നാഥ ക്ഷേത്രം മതിൽക്കകത്ത് വൃഷഭ പ്രതിഷ്ഠയ്ക്ക് സമീപം അണിനിരക്കും. തുടർന്ന് നടക്കുന്ന തൃശൂർ പൂരം പങ്കാളികളായ 11 ദേവീദേവന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് അശോകേശ്വരം തേവർ നെടുനായകത്വം വഹിക്കും. മുതുവറ മഹാദേവ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം
പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 വരെ വിവിധ കാവടി സമാജങ്ങളുടെ നേതൃത്വത്തിൽ കാവടി എഴുന്നള്ളിപ്പ് നടക്കും. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് 50ാമത് ലക്ഷാർച്ചന യജ്ഞത്തിന് സമാപനം കുറിച്ച് കലശ പ്രദക്ഷിണം നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ നാദസ്വരം, ഇടയ്ക്ക എന്നിവ അകമ്പടിയായി. ഉത്രാളിക്കാവിൽ പൂരം പൂത്തുലഞ്ഞു. ആനച്ചന്തവും മേളവും ആസ്വദിക്കാൻ ആയിരങ്ങൾ ഉത്രാളിക്കാവിലേക്ക് ഒഴുകിയെത്തി. വടക്കാഞ്ചേരി, ഏങ്കക്കാട്, കുമരനെല്ലൂർ ദേശങ്ങളാണ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ പങ്കാളികൾ. ഓരോ ദേശത്തിനും 11 ആനകൾ വീതമാണ് അണിനിരുന്നത്. ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തോടെ ഏങ്കക്കാട് ദേശത്തിന്റെ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെ ഉത്രാളിക്കാവ് പൂരലഹരിയിലായി. എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. ഇതേസമയം കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കറുവണ്ണ ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് കാവിനെ ലക്ഷ്യമാക്കി നീങ്ങി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. കൊമ്പൻ പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി. ഉച്ചകഴിഞ്ഞ് 2ഓടെ ഏങ്കക്കാട് ദേശം കാവിനു പുറത്ത് കടന്നതോടെ കുമരനെല്ലൂർ ദേശം ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ പ്രാമാണികത്വത്തിൽ വാദ്യപ്പെരുമയ്ക്ക് തുടക്കമിട്ടു. വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് പ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യത്തോടെ തുടക്കം കുറിച്ചു. വൈക്കം ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് കരുമക്കാട് ശിവക്ഷേത്ര നടപ്പുരയിൽ വാദ്യവിസ്മയം തീർത്തത്. എഴുന്നള്ളിപ്പിന് സായുധ പോലീസ് അകമ്പടിയായി. രാജകീയ പ്രൗഢിയിലായിരുന്നു എഴുന്നള്ളിപ്പ്. കൊമ്പൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റി. വടക്കാഞ്ചേരി വിഭാഗം കാവിലേക്ക് നീങ്ങിയതോടെ എല്ലാ വഴികളും ഉത്രാളിപ്പാടത്തേക്ക് ഒഴുകി. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന് അഭിമുഖമായി നിരന്നതോടെ കുമരനെല്ലൂർ വിഭാഗം എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി ക്ഷേത്രത്തിന് പുറത്തു കടന്നു. വടക്കാഞ്ചേരി വിഭാഗം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലും ഏങ്കക്കാട് ദേശം തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലും കുമരനെല്ലൂർ ദേശം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലും പാണ്ടിമേളത്തോടെ ഭഗവതി പൂരത്തിന് തുടക്കം കുറിച്ചു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ അരങ്ങേറിയ കുടമാറ്റം വർണ്ണക്കാഴ്ചയായി മാറി. രാത്രി ഊഴമനുസരിച്ച് കുമരനെല്ലൂർ വിഭാഗം കരിമരുന്ന് വിസ്മയം തീർത്തതോടെ പകൽപൂരത്തിന് പരിസമാപ്തിയായി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ബുധനാഴ്ച സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2025 ഫെബ്രുവരി 25-26 തീയതികളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന് സമീപമുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ തീപിടുത്തം. കൊടകര മറ്റത്തൂർക്കുന്ന് കൈമുക്കുമന ശങ്കരൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ 2 മുറികളുടെയും ഹാളിന്റെയും മേൽക്കൂരകളും അലമാര, ഫാൻ, ഫ്രിഡ്ജ്, ജനലുകൾ എന്നിവ ഭാഗികമായി കത്തിനശിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചത്. 1.25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ പുഴയ്ക്കൽ പാടത്ത് തീപിടുത്തം. ആര്യാസ് ഹോട്ടലിന് മുൻവശത്തുള്ള പാടത്തെ പുല്ലിനാണ് തീപിടിച്ചത്. കനത്ത വെയിലും കാറ്റും തീ പടരാനിടയാക്കി. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുതുക്കാട് ജംഗ്ഷനിൽ ഫ്ളൈ ഓവർ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ദേശീയപാത അതോറിറ്റി. കളക്ടറുടെ ചേംബറിൽ നടന്ന മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാത നിർമ്മാണത്തിന്റെ അവലോകന യോഗത്തിലാണ് ദേശീയപാത അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. സർവീസ് റോഡുകളുടെ പണിയിലുണ്ടായ കാലതാമസം ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിന് കാരണമായതായി അവലോകന യോഗത്തിൽ വിമർശനമുയർന്നു. ആമ്പല്ലൂർ അടിപ്പാതയുടെയും സർവീസ് റോഡുകളുടെയും പണി ഉടൻ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ KK രാമചന്ദ്രൻ MLA നിർദ്ദേശിച്ചു.
സർവീസ് റോഡുകളുടെയും ഡ്രൈനേജ്, കൾവർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കൊളത്തൂർ ഉളുമ്പത്തുകുന്ന് ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മാണം അടിയന്തരമായി നടത്തുമെന്നും ദേശീയപാത ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ആമ്പല്ലൂർ അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുമുള്ള സൌകര്യം ഒരുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. യോഗത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി അനുവദിച്ചാൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അനിൽ അക്കര. തളിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിലായിരുന്നു അനിൽ അക്കരയുടെ പ്രസ്താവന. ആലോചിച്ചുറച്ച തീരുമാനമായിരുന്നുവെന്ന് അനിൽ അക്കര പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു. മികച്ച കളക്ടറേറ്റിനുള്ള റവന്യൂ പുരസ്കാരം തൃശൂർ ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പുരസ്കാരം ഏറ്റുവാങ്ങി. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. വിവിധ റവന്യൂ ജില്ലാ ഭരണ നിർവഹണ സൂചികകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടത്തിന് അംഗീകാരം ലഭിച്ചത്. കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി വീട്ടമ്മമാർ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ എത്തി. ചിങ്ങംകാവ് ആദൂർക്കുന്ന് സീനിയർ ഗ്രൗണ്ട് പരിസരവാസികളാണ് പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചത്. പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളറക്കാട് സീനിയർ ഗ്രൗണ്ട് പരിസരം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. 40ഓളം കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിൻ്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പദ്ധതികളിൽ ഉൾപ്പെടുത്തി 3 വർഷം മുൻപ് കുഴൽക്കിണറും 2 വർഷം മുൻപ് ജലസംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കി കുടിവെള്ളം ലഭ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. പൈപ്പിടൽ പൂർത്തീകരിക്കാത്തതാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നത്. MLA ഫണ്ടിൽ നിന്ന് ഇതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് അധികൃതർ കാണിക്കുന്നതെന്ന് ആരോപണമുയരുന്നു. കാലങ്ങളായിട്ട് കുടിവെള്ളമില്ലാത്തൊരു മേഖലയാണ് ആദൂര് കുന്നുപ്രദേശം. അവിടുത്തെ ആളുകൾ ഒരുപാട് കാലമായിട്ട് കുടിവെള്ള പദ്ധതിക്ക് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 വർഷം മുന്നേ അവിടെ കോലടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷം മുന്നേ അവിടെ ടാങ്ക് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫണ്ടും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാ മേഖലകളിൽ നിന്നുള്ള പൈസ MLA ഫണ്ടും വിഹിതമൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. എന്നിട്ട് പോലും വേനൽക്കാലത്ത് പോലും വെള്ളം മേടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടിവെള്ള പദ്ധതി മനഃപൂർവ്വം വൈകിക്കുന്ന പോലെ ഒരുപാട് പരാതികൾ കൊടുത്തു. പെട്ടെന്ന് പണിയണമെന്ന് പറഞ്ഞിട്ട് കളക്ടർക്ക് വരെ പരാതി കൊടുത്തു. കളക്ടർക്കുള്ള പരാതിയിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനോട് റിപ്പോർട്ട് വരെ തേടിയിട്ട് ആ റിപ്പോർട്ട് വരെ സമർപ്പിക്കാനോ അതിന്റെ പരാതിക്കാർക്ക് മറുപടി കൊടുക്കാൻ പോലും കടങ്ങോട് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണിത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 400 രൂപ ചെലവഴിച്ചാണ് പ്രദേശവാസികൾ വെള്ളം വാങ്ങുന്നത്. ഈ വെള്ളത്തിന്റെ ഈ ഒരു പദ്ധതിക്ക് എന്തെങ്കിലും ഒരു സമാധാനമായിട്ടുള്ളൊരു നീക്കുപോക്ക് ഞങ്ങൾക്ക് ഇന്നവരെ അവിടെ ആ ഭാഗത്തുനിന്നായിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് 2-3 കിണറുണ്ട്, പക്ഷെ അവിടെ ഒന്നും വെള്ളമില്ല. ഞങ്ങൾ വെള്ളം 3 മാസം 4 മാസം ഞങ്ങൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കുകയാണ്. ലൈഫിന്റെ 7 വീടുകൾ ഇപ്പൊ ഉണ്ട് അവിടെ. അവിടെ എവിടെ ആർക്കും വെള്ളമില്ല, എവിടെ വെള്ളമില്ല. കുന്നും പ്രദേശമായെന്ന് ഞങ്ങൾക്ക് കിണറ്റിൽ വെള്ളം വരുന്നില്ല. കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും അതുവരെ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂർ പൂരം നടത്തിപ്പ് തട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നതായി ഹിന്ദു ഐക്യവേദി. ഇടത് സർക്കാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരണസമിതി എന്നിവർ ചേർന്ന് തൃശൂർ പൂരം നടത്തിപ്പ് കൈയാളാൻ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. പൂരത്തിന് പ്രതിസന്ധികളുണ്ടാക്കി പൂരം നടത്തിപ്പ് കൈയാളുവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷം പോലീസിന് ഉപയോഗിച്ച് പൂരം അലങ്കോലമാക്കിയതും മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പ് നിർത്തിവെപ്പിച്ചതും ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. തൃശൂർ പൂരം നടത്തിപ്പ് ഹൈജാക്ക് ചെയ്യാനുള്ള ഗൂഢനീക്കം ശക്തിയുക്തം എതിർക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. ചാവക്കാട് തിരുവത്രയിൽ കടയിൽ മോഷണം. 10,000 രൂപ മോഷണം പോയി. തിരുവത്ര കുമാർ സ്കൂളിന് മുൻവശം അയിനിപ്പുള്ളി ഹരിലാലിന്റെ ഉടമസ്ഥതയിലുള്ള HS ബിൽഡിംഗ് മെറ്റീരിയൽ കടയിലാണ് മോഷണം നടന്നത്. കട തുറക്കാനെത്തിയപ്പോഴാണ് പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ്, സെക്രട്ടറി TV ആനന്ദ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇറ്റ്ഫോക്കിന്റെ 3ാം ദിനത്തിൽ അരങ്ങും വെള്ളിത്തിരയും കല, രാഷ്ട്രീയം, ജീവിതം എന്ന വിഷയത്തിൽ സംവാദം അരങ്ങേറി. സുനിൽ സുഗത, മണികണ്ഠൻ പട്ടാമ്പി, പൂജ മോഹൻരാജ്, നിമിഷ തുടങ്ങിയ നാടക സിനിമാ താരങ്ങൾ സംവാദത്തിൽ പങ്കെടുത്തു. പ്രൊജക്ട് ഡാർലിംഗ്, അബൊറിജിനൽ ക്രൈ, 6ാമത്തെ വിരൽ എന്നീ നാടകങ്ങൾ അരങ്ങേറി. ബോഡി, ടീത്ത് ആൻഡ് വിഗ് എന്ന ഈജിപ്ത് നാടകത്തിലെ അഭിനേതാക്കളുടെ മീറ്റ് ദി ആർട്ടിസ്റ്റും നടന്നു. 4ാം ദിനമായ ബുധനാഴ്ച ഷിഹാബ് പാലപ്പെട്ടിയും ടീമും അവതരിപ്പിക്കുന്ന ഗസൽ, സൂഫി,
ഖവാലി, മ്യൂസിക് പരിപാടി എന്നിവ ഉണ്ടാകും. ഇറ്റ്ഫോക്ക് വേദികളിൽ സ്ഥിര സാന്നിധ്യമാണ് ശ്രീരാജ് താന്യം എന്ന കലാകാരൻ. പ്രകൃതിയുടെ അംശങ്ങൾ ശ്രീരാജിന്റെ ഓരോ ചിത്രങ്ങളിലും തെളിഞ്ഞു കാണാം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ശ്രീരാജിന് അന്താരാഷ്ട്ര നാടകവേദി എന്നും ഹരം പകർന്ന അനുഭവങ്ങളാണ്. Showing my paintings is happiness, and the drawing itself is giving me happiness. It's kind of travel, drawing. I am seeing so many figures, so many hues while drawing, just like children do. I am fully involved and immersed in it. And Not planning. Nothing like planning, no imagination and all. That process is kind of travel. എന്ത് കൈൻഡ് ഓഫ് ഒരു ആർട്ടാണ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ചിത്രങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്? അല്ല, അതിന് വി കനോട്ട് കാറ്റഗറൈസ് ചെയ്യാൻ അതിനൊന്നും തയ്യാറില്ലാത്തതുപോലെയാണ് ഞാൻ. ആ നേരത്ത് എങ്ങനെയാണ് വരുന്നത് അതുപോലെ അങ്ങനെ ആവണം. തന്റെ ചിത്രങ്ങളെ പ്രദർശിപ്പിക്കാൻ പ്രത്യേക ഗാലറിയോ വേദികളോ തെരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ കലാകാരൻ യാത്രകളിൽ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ വിഷയങ്ങളാണ് ചിത്രങ്ങളാക്കി മാറ്റാറുള്ളത്. നടക്കാൻ തുടങ്ങിയപ്പോ എന്നെ കാവിലേക്കാണ് ഇറങ്ങുന്നത്. പിന്നെ അവിടുന്ന് കാവും കാടും അത് കഴിഞ്ഞിട്ട് പിന്നെ പീച്ചി നിയറസ്റ്റ് ഫോറസ്റ്റ് വെസ്റ്റേൺ ഗഡ്സ് പീച്ചിയൊക്കെയാണ്. എൻ്റെ ഇളയച്ചൻ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വെക്കേഷനിലൊക്കെ ഞാൻ അങ്ങനെ സമ്മർ വെക്കേഷനിലൊക്കെ അവിടെ പോകും. അങ്ങനെയാണ് കാടുകളിലേക്കുള്ളത്. പിന്നെ ഹിമാലയാസിലേക്കൊക്കെ വലുതായപ്പോൾ ഹിമാലയാസിലും പിന്നെ ഇപ്പോഴൊക്കെ അധികം ഞാൻ ഈ എന്താ പറയണ ഈ ആദിവാസികളിലെ അട്ടപ്പാടി വയനാട്ടിലൊക്കെയാണ് കൂടുതൽ സംഭവം. അവരെല്ലാവരും ഞാനും ഇപ്പോൾ പറഞ്ഞില്ലേ ഇതിനൊരു മീനിങ് എന്നോട് ചോദിക്കും ഇതിൻ്റെ മീനിങ് എന്താണെന്ന്. ദർ ഈസ് നോ മീനിങ് ഐ ഹാവ് ഗിവൺ. യു ഹാവ് ടു ഗിവ് സംതിങ്. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ മീനിങ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ആതുര കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഡോക്ടർ ടി എ രാധാകൃഷ്ണന്റെ 12ാം ചരമവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. ചെമ്പക്കാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന ചടങ്ങ് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് താരമ്പ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ടി എ രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്മാരക പുരസ്കാരം ഡോക്ടർ ജോളി ജനാർദ്ദനന് അദ്ദേഹം സമ്മാനിച്ചു. നിയുക്ത UDF ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ നളിനി രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി OP ബാലൻ മേനോൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീധരൻ താറമ്പിൽ, മുൻ മേയർ കെ രാധാകൃഷ്ണൻ, ഡേവിസ് കണ്ണനാക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. കവിയും ഗാനരചയിതാവുമായ പി ഭാസ്കരന്റെ ഓർമ്മകൾക്ക് 18 വർഷം. ഫെബ്രുവരി 25 പി ഭാസ്കരന്റെ വേർപാട്. കവി, എഴുത്തുകാരൻ, സിനിമാ സംവിധായകൻ, നടൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ, അങ്ങനെ മലയാളിക്ക് എല്ലാമായിരുന്നു പി ഭാസ്കരൻ. 250 ചിത്രങ്ങളിലായി 3000 ഗാനങ്ങൾ ഉതിർന്നു വീണു ആ തൂലികത്തുമ്പിൽ നിന്ന്. 47 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 7 ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1924 ഏപ്രിൽ 21 കൊടുങ്ങല്ലൂരിലാണ് ജനനം. 1949 ഒരു തമിഴ് ചലച്ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചുകൊണ്ടാണ് പി ഭാസ്കരൻ സിനിമാ മേഖലയിലേക്ക് കടന്നുവന്നത്. അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിൽ പല ഭാഷകൾ കോർത്തിണക്കിയ ഗാനത്തിൽ മലയാള ശകലമായിരുന്നു അദ്ദേഹം രചിച്ചത്. 1950 ചന്ദ്രിക എന്ന മലയാള ചലച്ചിത്രത്തിന് പാട്ടെഴുതി. 1954 രാമു കാര്യാട്ടുമായി ചേർന്ന് നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തു.
സോഷ്യൽ റിയലിസം ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തിയ സിനിമ. താമസമെന്തേ വരുവാൻ, പ്രാണസഖി ഞാൻ വെറുമൊരു, ഇന്നലെ നീയൊരു സുന്ദര രാഗമായി, തളിരിട്ട കിനാക്കൾ തൻ, അഞ്ജനക്കണ്ണെഴുതി, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ തുടങ്ങി, എത്രയോ ഗാനങ്ങൾ. പൊയ്പോയ സുവർണകാലത്തെ വാക്കുകൾ അടുക്കി വെച്ച് ശ്രോതാവിന് മുന്നിലെത്തിച്ച ദൃശ്യാനുഭവമാണ് പി ഭാസ്കരന്റെ രചനകൾ നൽകിയിരുന്നത്. മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. കൾച്ചറൽ ഡെസ്ക്, TCV. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങളിൽ വലഞ്ഞ് യാത്രക്കാർ. റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയുള്ള പ്രവർത്തികൾ നടക്കുന്നതിനാൽ മുതുവറ പുഴയ്ക്കൽ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. മറുഭാഗത്തുകൂടിയാണ് ഇരുവശത്തേക്കും ഒരേ സമയം വാഹനങ്ങൾ കടത്തിവിടുന്നത്. രാവിലെയും വൈകിട്ടും വലിയ ഗതാഗത കുരുക്കാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. പുഴയ്ക്കൽ റോഡിലേക്കുള്ള വാഹനങ്ങൾ പൂങ്കുന്നത്തു നിന്ന് പടിഞ്ഞാറേക്കോട്ട വഴിയാണ് തിരിച്ചുവിടുന്നത്. ഇതുമൂലം തിരക്കേറിയ പടിഞ്ഞാറേക്കോട്ടയിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. നർമ്മ സംഭാഷണങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങിയ മലയാളത്തിന്റെ പ്രിയതാരം കുതിരവട്ടം പപ്പു ഓർമ്മയായിട്ട് 25 വയസ്സ്. 17-ാം വയസ്സിൽ കുപ്പയിൽ നിന്ന് സിനിമയിലേക്കെന്ന ആദ്യ നാടകത്തിലൂടെ നാടകരംഗത്തിലേക്കെത്തിയ പപ്പു മൂടുപടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. അങ്ങാടി, മണിച്ചിത്രത്താഴ്, ചെമ്പരത്തി, വെള്ളാനകളുടെ നാട്, അവളുടെ രാവുകൾ എന്നിങ്ങനെ 1500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച പപ്പുവിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായത് ഭാർഗവി നിലയം എന്ന ചിത്രമാണ്. ഈ സിനിമയാണ് പത്മതലാക്ഷനായിരുന്ന കുതിരവട്ടം പപ്പുവിനെ മലയാളികൾക്ക് ഇഷ്ടതാരമാക്കി മാറ്റുന്നത്. അഹന്തയുടെ മോന്തായത്തിൽ മമ്പുകാരുമായി കുന്തി കുന്തി നടക്കുന്ന നീ. വെള്ളാനകളുടെ നാട്ടിലെ ഇപ്പ ശരിയാക്കി തരാമെന്ന് പറയുന്ന മെക്കാനിക്, ഏയോട്ടോയിലെ ഓട്ടോ ഡ്രൈവർ, തേന്മാവിൻ കൊമ്പത്തിലെ അമ്മാവൻ, മൺചിത്രത്താഴിലെ കാട്ടുപറമ്പൻ തുടങ്ങിയ വേഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളക്കടത്ത് നടത്തി അവിടുന്ന് അറബിനെയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് കൈത്തിലിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു വരവ്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞിട്ടാ അറിയാം, ഓട്ടോറിക്ഷ ഓട്ടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ച് പിച്ചക്കാരമാര് ചികിത്സിക്കാൻ പൈസ ഇല്ലാന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ വരവ്. അപ്പൊ മൊയ്തുട്ടിക്ക ഒരു ബിസ്ക്കറ്റ് തരിക. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരുന്നിട്ട് എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാം, പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച നരസിംഹമായിരുന്നു പപ്പു അഭിനയിച്ച അവസാനത്തെ ചിത്രം. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നുള്ള ഡയലോഗുകളും പലവിധ ഭാഷവിശേഷങ്ങളും ട്രോളുകളിലൂടെ ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. ഞാൻ പട്ടി ചുമ്മാതകള നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. ഒരു പിടി നർമ്മവേഷങ്ങളിലൂടെ പപ്പു ഇന്നും മലയാള മനസ്സിൽ ജീവിക്കുന്നു. TCV തൃശൂർ. മലപ്പുറത്ത് നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ മത്സരിച്ച ഇനങ്ങളിലെല്ലാം മിന്നുന്ന നേട്ടം കരസ്ഥമാക്കി കാർത്തിക് P. മാരാർ. പത്മശ്രീ പെരുവനംകുട്ടൻ മാരാരുടെ മകനായ കാർത്തിക് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ലൈബ്രറി സയൻസ് കോഴ്സ് വിദ്യാർത്ഥിയാണ്. പഞ്ചവാദ്യം, മേളം, തായമ്പക, വ്യക്തിഗത തായമ്പക, പൗരസ്ത്യവാദ്യങ്ങളിൽ ചെണ്ട, ഇടയ്ക്ക, മദ്ദളം ഇനങ്ങളിൽ കാർത്തികിനാണ് 1ാം സ്ഥാനം. അച്ഛൻ പെരുവനംകുട്ടൻ മാരാരും കലാമണ്ഡലം ഉദയനൻ നമ്പൂതിരിയുമാണ് കാർത്തികിന്റെ ഗുരുക്കന്മാർ. പാണ്ഡ്യമേളത്തിലെ വിവിധ കാലങ്ങളും കൂട്ടിപ്പെരുക്കലുകളും ചുരുങ്ങിയ സമയത്തിൽ മികച്ച രീതിയിൽ അവതരിപ്പിച്ച കാർത്തികിന്റെ പ്രകടനം ശ്രദ്ധ നേടി. ശരത് അവിട്ടത്തൂറാണ് കാർത്തിക് ഉൾപ്പെടെയുള്ള ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളെ മത്സരത്തിനൊരുക്കിയത്. ആശാവർക്കർമാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നടത്തി. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പിച്ചതണ്ടൽ സമരം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ അധ്യക്ഷ ശകുന്തള സജീവ്, ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനെ ഗോപി എന്നിവർ പിച്ചതണ്ടൽ സമരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്തെ ആവേശത്തിലാക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ ബീച്ച് ഫെസ്റ്റ്.
നാടൻ പാട്ടും അയൽക്കൂട്ടങ്ങളുടെ കലാപരിപാടികളും വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളുമായി ഫെസ്റ്റ് ഒന്നാം ദിനം സഞ്ചാരികളെയും കാണികളെയും ആവേശത്തിലാക്കി. ബ്രീത്ത് ബീറ്റ്സ് എന്ന പേരിൽ ആരംഭിച്ച ബീറ്റ് ഫെസ്റ്റിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് എത്തിയത്. ഫെബ്രുവരി 26 വരെയാണ് ഫെസ്റ്റ്. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രുചിയുടെ വേറിട്ട അനുഭവം നൽകുവാൻ 9 ഫുഡ് കോർട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഫുഡ് കോർട്ടിൽ താരമായത് അട്ടപ്പാടിയിൽ നിന്നും എത്തിയ കുടുംബശ്രീകളുടെ വനസുന്ദരി എന്ന പേരിൽ വിവിധ ഔഷധക്കൂട്ടുകൾ ചേർന്ന പ്രത്യേക ചിക്കൻ വിഭവമാണ്. വിവിധതരം പായസങ്ങളും മന്തി, ഫ്രൈഡ് റൈസ്, പിടിക്കോഴി, തട്ടുദോശ, ബൺ പൊറോട്ട, പഴംപൊരി, ബീഫ്, ചിക്കൻ പിരട്ട് തുടങ്ങി നിരവധി ഭക്ഷ്യവിഭവങ്ങളാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമത്തിൽ നിന്നുള്ള സംരംഭകരുടെ തുണിത്തരങ്ങൾ, നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള വൈവിധ്യം നിറഞ്ഞ ശേഖരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. 28 പരം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ബീച്ച് ഫെസ്റ്റിവലിനെ ആകർഷമാക്കുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. ധീരനായ പൊതുപ്രവർത്തകനായിരുന്നു മുൻമന്ത്രി KP വിശ്വനാഥനെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പ്രഥമ KP വിശ്വനാഥൻ സ്മാരക പുരസ്കാരം തൃശൂരിൽ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മെ ഭയപ്പെടുത്തുന്ന വിധം കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്. ഒരു വാഹനം ഓവർടേക്ക് ചെയ്താൽ പോലും ഭയപ്പെടുത്തുന്ന വിധം ലഹരി വിപത്തായി മാറിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു KP വിശ്വനാഥനെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പി രാമകൃഷ്ണൻ പറഞ്ഞു. സഹകരണ പ്രസ്ഥാനത്തിന് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് KP എന്നും തേരമ്പിൽ അഭിപ്രായപ്പെട്ടു. പുരസ്കാര വിതരണ ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, നിയുക്ത UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, തൃശൂർ കോപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് TS സജീവൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, N ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചവെച്ച പ്രിയപ്പെട്ട തേരമ്പിൽ സാറിന് ഈ സംഗമത്തിലേക്ക് കടന്നു വന്നതിനും ഈ ഒരു വലിയ പുരസ്കാരം എൻ്റെ അർഹതയ്ക്കപ്പുറത്തുള്ളൊരു അംഗീകാരത്തെ കൈകളിൽ ഏൽപ്പിച്ചതിനും അവസാനം പറഞ്ഞ വാക്ക് അത് ഏറ്റവും വിലപ്പെട്ടതായി കണക്കാക്കുന്നു. അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ വാക്കിനും ഹൃദയം നിറഞ്ഞ നന്ദി തീർച്ചയായിട്ടും ഈ വേദിയിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എനിക്കിത് ഒരു അംഗീകാരത്തെക്കാൾ കൂടുതൽ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത് എന്നുകൂടെ അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ കടന്നു വന്ന വഴികളോ പാർട്ടി തന്ന അവസരങ്ങളോ അതുമൂലമുണ്ടായ പദവികളോ അതുമൂലമുണ്ടായ പ്രവൃത്തികളോ അതിനേക്കാൾ എല്ലാത്തിലും ഉപരി KP വിശ്വനാഥ് സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ, KPയുടെ പേരിൽ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇതുവരെ ഉള്ളതിനും ലഭിക്കുന്ന അംഗീകാരം എന്നതിനേക്കാൾ കൂടുതൽ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിക്കുന്നത് എന്ന്. മയക്കുമരുന്നിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ദി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവരുന്ന പരിശോധനയിൽ ഇതുവരെ 58 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 62 പേരെ അറസ്റ്റ് ചെയ്തു. പരിശോധനയിൽ 28.827 കിലോ കഞ്ചാവ്, 17.67 ഗ്രാം MDMA എന്നിവയാണ് പിടികൂടിയത്. പുളിയിലപ്പാറ ആദിവാസി മേഖലയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തിവന്നിരുന്ന യുവാവിനെ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പട്ടത്ത് വീട്ടിൽ രമേശാണ് 40 ലിറ്റർ ജവാൻ മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച മഹീന്ദ്ര ജീപ്പും സഹിതം പിടിയിലായത്. മണ്ണുത്തി ചിറക്കാക്കോട് റോഡിൽ പൈനാപ്പിൾ ഗേറ്റിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ സാജൻ, കാൽനട യാത്രക്കാരായ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാണിജ്യം. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ നിർമ്മാണ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ ഡീലേഴ്സ് മീറ്റും അവാർഡ് സെറിമണിയും പൂമലയിൽ നടന്നു. പൂമല റിവർ വുഡ്സ് റിസോർട്ടിൽ നടന്ന ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ ഡീലേഴ്സ് മീറ്റിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫിനാൻസ് ഡയറക്ടർ അനിൽകുമാറും വിവിധ മോഡലുകളിലുള്ള ടൈലോസ് സ്കൂട്ടറുകളെക്കുറിച്ച് മാർക്കറ്റിംഗ് ഡയറക്ടർ ബാബു വർഗീസും വിശദീകരിച്ചു. തുടർന്ന് നടന്ന അവാർഡ് സെറിമണിയിൽ
ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഡയറക്ടർമാരായ അനിൽകുമാർ, വാണി അനിൽകുമാർ, ബാബു വർഗീസ്, അനിത ബാബു എന്നിവർ ഡീലേഴ്സിനുള്ള ബെസ്റ്റ് പെർഫോമർ അവാർഡ്സ് ഫോർ ഹയസ്റ്റ് സെയിൽ ഇൻ ഷോർട്ട് പീരിയഡ്, ബെസ്റ്റ് ഡീലർ ഇൻ മാർക്കറ്റിംഗ്, പെർഫോമർ അവാർഡ് ഫോർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച പെർഫോമിംഗ് ഡീലർക്കുള്ള ഒന്നാം സമ്മാനം GIT മോട്ടോഴ്സ് ഉടമ അജിത് ശശീന്ദ്രൻ നേടി. പെർഫോമിംഗ് ഡീലർക്കുള്ള രണ്ടാം സമ്മാനം 92.1 CM മോട്ടോഴ്സ് കൊല്ലം, ഗ്രീൻ ഇവല്യൂഷൻ മലപ്പുറം എന്നിവയും, മൂന്നാം സമ്മാനം KM മോട്ടോഴ്സ് കുന്നംകുളം, വേൾഡ് ചേർപ്പ് എന്നിവയും നേടി. ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മാർക്കറ്റിംഗ് മാനേജർ ജോമോൻ പല്ലൻ, സീനിയർ മാനേജർ P സത്യനാരായണൻ, അക്കൗണ്ട്സ് മാനേജർ സന്തോഷ് കുമാർ, ജെയ്ലി ഇംബക്സ് AGM രാജീവ് കുമാർ, ഡീലേഴ്സ്, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. വീഥികളെ ഹരിത സൗഹാർദ്ദമാക്കി കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായി മുന്നേറുന്ന ടൈലോസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. 150 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ടൈലോസ് സ്കൂട്ടറുകൾക്ക് കിലോമീറ്ററിന് വെറും 10 പൈസ മാത്രമാണ് ചിലവ്. കൂടാതെ 90 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9497180488. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,060 രൂപ, പവന് 64,480 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. LDF സ്ഥാനാർത്ഥി ഷഹർബാൻ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF 3ാം സ്ഥാനത്ത്. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. 50-ലധികം പേരാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ CPM ജില്ലാ കമ്മിറ്റി BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ BJP ഫാസിസ്റ്റല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ധാരണയോടെയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ശിവരാത്രി ആഘോഷത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ലക്ഷദീപം തെളിയും. ഉത്രാളിക്കാവിൽ പൂരം പൂത്തുലഞ്ഞു. ആനച്ചന്തവും മേളവും ആസ്വദിക്കാൻ ആയിരങ്ങൾ ഉത്രാളിക്കാവിലേക്ക് ഒഴുകിയെത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ചൂട് ശക്തമായതോടെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ തീപിടുത്തം. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിലെ ഫ്ളൈഓവർ നിർമ്മാണം ടെൻഡർ നടപടികൾ തുടങ്ങിയതായി ദേശീയപാത അതോറിറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.